ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ലെറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ നിവർന്ന് നിൽക്കാമെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ എക്സാമിനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ കുറച്ച് സമയം കൊണ്ടൊന്ന് സെറ്റാക്കിയാലോ. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സ്കെലിറ്റൽ സിസ്റ്റം അഥവാ നമ്മുടെ അസ്ഥികൂട വ്യവസ്ഥ അല്ലേ. നമ്മുടെ അസ്ഥികൂട വ്യവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നത്, അതുപോലെ നമ്മളെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത്. സോ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്രെയിം വർക്കാണ്, അസ്ഥികളുടെ ഒരു ഫ്രെയിം വർക്ക്, ഒരു ചട്ടക്കൂടാണ്. അത് നമുക്ക് എന്ത് തരുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, നമുക്ക് ഷേപ്പ് തരുന്നുണ്ട് അല്ലേ. ഷേപ്പ് ഇല്ലെങ്കിൽ, നമുക്ക് അസ്ഥികൂടം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാവും, അസ്ഥികൂടം ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാവും, ഒരു മാംസപിണ്ഡം അല്ലേ. അസ്ഥികൂടം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഷേപ്പൊക്കെ കിട്ടുന്നത്. ഇങ്ങനൊരു ഷേപ്പൊക്കെ നമുക്ക് കിട്ടാൻ കാരണം നമ്മുടെ അസ്ഥികൂടമാണ് അല്ലേ. സ്കെലിറ്റൺ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് ഉണ്ടാവോ, ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഷേപ്പിന് കാരണം നമ്മുടെ സ്കെലിറ്റൺ ആണ്. അതുപോലെ ഓരോ ജീവികൾക്കും ആ ഷേപ്പ് കിട്ടാൻ കാരണം അവരുടെ ആ ഒരു സ്കെലിറ്റൽ സിസ്റ്റമാണ്. പിന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, അവരുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെ. ഏതൊക്കെ ആന്തരാവയവങ്ങളെയാണ് മക്കളെ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുന്നത്? യെസ്, ഏതൊക്കെ ആന്തരാവയവങ്ങളെയാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുന്നത്? യെസ്, ഒറ്റ മിനിറ്റ് മക്കളെ. മക്കളെ, അമരാന്തസ് ചീരയാണ് കേട്ടോ. അമരാന്തസും അതുപോലെ തന്നെ സ്പിനാഷും ചീരയാണേ. ചേന എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ചേന നമ്മുടെ തരോ ലീവ്സ് ആണ്, ചേമ്പില. ഓക്കെ, അപ്പോൾ അമരാന്തസ് ചീരയാണ് കേട്ടോ. മിസ് നേരത്തെ ചേമ്പ് എന്നോ ചേന എന്നെന്തോ പറഞ്ഞു പോയിട്ടുണ്ടാവുന്ന എൻ്റെ മക്കളെ ശ്രദ്ധിക്കണേ. ഓക്കെ, അമരാന്തസ് ചീരയാണ് കേട്ടോ. സ്പിനാഷ് എന്ന് പറഞ്ഞാലും ചീരയാണ്, അമരാന്തസും ചീരയാണ് കേട്ടോ. ഓക്കെ, റെഡി? വെരി ഗുഡ്. നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, നമ്മുടെ ബ്രെയിന് അല്ലേ. നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്കൾ അഥവാ തലയോടുണ്ട്. ഹാർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ വാരിയല്, ഇവിടെ സ്റ്റേണം, ബാക്കിൽ നമ്മുടെ നട്ടെല്ലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് മാർവൽ ഓഫ് മാഗ്നറ്റ് ഈ പാഠം എടുക്കും. അടുത്തതായിട്ട് അലക്സർ ഈ ചാപ്റ്റർ എടുക്കും കേട്ടോ. അതാ മിസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റിന്റെ ആ ചാപ്റ്റർ അടുത്തത് അലക്സർ എടുക്കും. മിസ് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ തീർത്ത് കഴിഞ്ഞാൽ അടുത്തത് അലക്സർ ആ ചാപ്റ്റർ എടുക്കും. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് തലയോടിൻ്റെ അകത്തല്ലേ ഉള്ളത്. പിന്നെ നമ്മുടെ മൂക്ക്, പിന്നെ നമ്മുടെ ചെവി, പിന്നെ നമ്മുടെ നാക്ക്, പല്ല്, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ, നമ്മുടെ സ്കളാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആന്തരാവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു, നമുക്ക് ഷേപ്പ് തരുന്നു, നമുക്ക് സ്ട്രെങ്ത് തരുന്നു, നമുക്ക് സപ്പോർട്ട് തരുന്നു അല്ലേ. വേറെ ഏതൊക്കെ ഫങ്ഷൻസ് എൻ്റെ കുട്ടിയൊക്കെ അറിയാം? ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള മക്കളാണെങ്കിൽ അറിയുന്നുണ്ടാകും. വേറെ 2 ഫങ്ഷൻസ് കൂടെ നമ്മുടെ ബോൺസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ നോക്കട്ടെ, ആരൊക്കെ മിസ്സിൻ്റെ കൂടെ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്ന്. വേറെ ഏതൊക്കെയാ 2 ഫങ്ഷൻസ്? മൂവ്മെന്റ് ഉണ്ട്, അതുകൂടാതെ ഇയറിൽ നമ്മളെ ഹിയറിങ്ങിന് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ മിനറൽസിന്റെ ഒക്കെ ഡെപ്പോസിഷൻ എല്ലിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, നമ്മുടെ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ, രക്തകോശങ്ങളുടെ രൂപീകരണം അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്, ഇതെല്ലാം ഫോർമേഷൻ നടക്കുന്ന എവിടെയാണ്, നമ്മുടെ അസ്ഥികളുടെ ഉള്ളിലാണ്. അസ്ഥികളുടെ ഉള്ളിൽ അസ്ഥി മജ്ജ അഥവാ ബോൺ മാരോ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ അസ്ഥികളുടെ ഉള്ളിൽ അസ്ഥി മജ്ജ അഥവാ ബോൺ മാരോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അസ്ഥികൾക്ക് നല്ല ഭാരമുണ്ട്. പക്ഷെ ഈ ഭാരവും വെച്ച് എങ്ങനെയാണ് മക്കളെ ഈ ബേർഡ്സിനെ പറക്കാൻ പറ്റുന്നേ? എങ്ങനെയാണ് ഈ ഭാരമുള്ള അസ്ഥികളൊക്കെ വെച്ച് എങ്ങനെയാണ് നമ്മുടെ ബേർഡ്സിന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നേ? എന്താണ് കാരണം പക്ഷികളുടെ അസ്ഥിൻ്റെ ഉള്ളിൽ എയർ ക്യാവിറ്റി ആണ് അല്ലേ, വായു അറ. എയർ ക്യാവിറ്റി അഥവാ വായു അറകളാണ്. അപ്പം വായു അറ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പറക്കാനും പറ്റും. പക്ഷേ ചില പക്ഷികളുണ്ട്, ചില പക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻഗ്വിൻ, അതുപോലെ തന്നെ നമ്മുടെ ഒട്ടകപ്പക്ഷി അഥവാ ഓസ്ട്രിച്ച്, പിന്നെ നമ്മുടെ എമു,
പിന്നെ നമ്മുടെ കിവി, ഇവർക്കൊന്നും പറക്കാൻ പറ്റില്ല. കാരണം എന്താ? അവർക്ക് പറക്കാൻ പറ്റാത്തതിനുള്ള കാരണം അവരുടെ ശരീരഭാരം കൂടുതലാണ്. പിന്നെ അവർക്ക് ചെറിയ വിങ്സ് ആണ്, നല്ലപോലെ പറക്കാൻ പറ്റുന്ന വിങ്സ് ഇല്ല. അതുകൊണ്ട് പെൻഗ്വിനെ നമ്മൾ അറിയപ്പെടുന്നത് വാട്ടർ ബേർഡ് എന്നാണ് കേട്ടോ. കാരണം അവർക്ക് അവരുടെ ഈ ചിറക് ഫ്ലിപ്പേഴ്സ് പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വെള്ളത്തിൽ ഇങ്ങനെ നീന്താൻ പറ്റും. അപ്പം പെൻഗ്വിനെ നമ്മൾ വാട്ടർ ബേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഈ കാര്യം ചോദിച്ചാൽ എൻ്റെ കുട്ടികൾ പറയില്ലേ എന്തുകൊണ്ട് പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നു? കാരണം അവരുടെ അസ്ഥികളുടെ ഉള്ളിൽ എയർ ക്യാവിറ്റി അഥവാ വായു അറകളാണ്. പറക്കാൻ പറ്റാത്ത പക്ഷികൾ ഏതൊക്കെയാ? ഒട്ടകപ്പക്ഷി, പെൻഗ്വിൻ, കിവി, എമു ഒക്കെ. അപ്പോൾ അവർക്ക് എന്താ പറക്കാൻ പറ്റാത്ത? ശരീരഭാരം കൂടുതലാണ്, ചിറകിന് നീളം കുറവാണ്. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കെലിട്ടൺ നോക്കാം, ഹ്യൂമൻ സ്കെലിട്ടൺ നോക്കാം. റെഡിയാണോ? ഓക്കെ മക്കളെ, ഇത് റിവിഷൻ ക്ലാസ് ആണ്. അതായത് നല്ലപോലെ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടികൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല. കാരണം നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോവല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾ ഈ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നുകിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെ എടുത്തതിൻ്റെ റെക്കോർഡിംഗ് കിട്ടും. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ലൈവായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി ഒരു 1 ഷോട്ട് ലൈവ് പോയിട്ടുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ട് ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതെൻ്റെ കുട്ടികൾ കാണണം കേട്ടോ. ഇത് റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ സ്പീഡിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 1.5 മണിക്കൂർ കൊണ്ട് 3 ചാപ്റ്റർ തീർക്കണം. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി നമ്മുടെ അസ്ഥി കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ സ്കെലിട്ടണിൽ നമുക്ക് ആരൊക്കെയുണ്ട്? നമ്മുടെ സ്കള്ളുണ്ട്. എൻ്റെ കുട്ടികൾ പറഞ്ഞ ഈ സ്കള്ള് അല്ലെങ്കിൽ തലയോടിൽ എത്ര അസ്ഥികളുണ്ട്? നോക്കട്ടെ മക്കളെ, എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പോൾ പറയും എത്ര അസ്ഥികളാണ് നമ്മുടെ സ്കള്ളിൻ്റെ അകത്തുള്ള? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക, ക്ലാസ് കാണാം, അല്ലെങ്കിൽ യൂട്യൂബിലെ 1 ഷോട്ട് കാണാം. വെരി ഗുഡ്, 22. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നട്ടെല്ല് അഥവാ വേർട്ടെബ്രൽ കോളം അല്ലേ, നമ്മൾ എന്താ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വേർട്ടെബ്ര അഥവാ കശേരു കൊണ്ടാണ് നമ്മുടെ നട്ടെല്ല് ഉണ്ടാക്കിയിരിക്കണേ. കുറേ കശേരുക്കളുണ്ട്. എത്ര കശേരുക്കൾ? വെരി ഗുഡ് അല്ലേ. ഇത് 22 ആണെങ്കിൽ ഇത് 33 കശേരുക്കൾ കൊണ്ടുണ്ടാക്കിയ നട്ടെല്ലുണ്ട്. നമ്മുടെ റിബ്സോ മക്കളെ, റിബ്സ് അഥവാ വാരിയെല്ല്, ഇതിനകത്ത് എത്ര അസ്ഥികളുണ്ട്? മുന്നിൽ സ്റ്റേണം വെച്ചിട്ടും ബാക്കിൽ വേർട്ടബ്രൽ കോളത്തിനോടും കണക്റ്റഡ് ആണ്. 24 അല്ലേ, 12 ജോഡിയാണ്. 12 ജോഡി എന്ന് പറയുമ്പോൾ 24. പിന്നെ നമ്മുടെ സ്റ്റേണം, ഇതാണ് സ്റ്റേണം അഥവാ മാറല്. സ്റ്റേണം അഥവാ മാറല് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അസ്ഥിയാണ്, ഒറ്റൊന്ന്. റെഡി അല്ലേ? ഇനി നമ്മുടെ കയ്യിലും കാലിലും, ഒരു കയ്യിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൈഡ് ഇത് 30, പിന്നെ ഒന്ന് ഇത്. അപ്പോൾ ഒരു സൈഡിൽ 32, അപ്പോൾ 2 സൈഡിലും കൂടെ വരുമ്പോൾ 64. 32 × 2 64. ഇനി കാല് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ഇതാ 30, ഇതൊന്ന്. അപ്പോൾ ഒരു സൈഡിൽ 31, 3 പോയി. ഒരു സൈഡിൽ 31. ഓക്കെ, 2 സൈഡിലും ആകുമ്പോൾ 62. വെരി ഗുഡ്. അതിൽ തന്നെ നമ്മുടെ കാലിൽ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് നമ്മുടെ ഫീമർ അല്ലെങ്കിൽ ഫെമർ. ഇതാണ് തുടയെല്ല്, തൈബോൺ. തുടയെല്ല് അഥവാ തൈബോൺ ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് 300 അസ്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ വലുതായപ്പോൾ എത്രയായി? നമ്മുടെ ടോട്ടൽ ഹ്യൂമൻ സ്കെലിട്ടണിൽ നമുക്ക് എത്ര അസ്ഥികളുണ്ട്? ടോട്ടൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് മക്കളെ? യെസ്, ടോട്ടൽ 206. വെരി ഗുഡ്. എൻ്റെ കുട്ടികളെല്ലാവരും ഈ നമ്പറൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ഷടപടേന്ന് പറയാലോ. സ്കള്ള് എന്താണ്? നമുക്ക് സ്കള്ളിലുള്ള തലയോടിലുള്ള ഒരു അസ്ഥിയും നമുക്ക് അനക്കാൻ പറ്റൂല, ഒരാളൊഴികെ. നമ്മളതാ കീഴ്ത്താടിയെല്ല് അഥവാ ലോവർ ജോ ഒഴികെ വേറെ ഒന്നും അനക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ നമ്മുടെ സ്കള്ള് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിക്കുന്നു, മസ്തിഷ്കത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, നാക്ക് അല്ലേ, ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളതാണ് നമ്മുടെ നട്ടെല്ല് അഥവാ വേർട്ടബ്രൽ കോളം അല്ലേ. 33 കശേരുക്കൾ ചേർത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ നിവർന്ന് നിൽക്കാനും ചലിക്കാനും ഒക്കെ സഹായിക്കുന്നത്. അതിൽ ഓരോന്നിനെയും നമ്മൾ പറയും വേർട്ടബ്രേ അഥവാ കശേരു. ഇതിന്റെ നടുവിലൂടെ നമ്മുടെ സുഷുമ്ന പോകുന്നുണ്ട് അല്ലേ, സ്പൈനൽ കോഡ്.
ഓക്കെ, അപ്പോൾ ഈ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ നട്ടെല്ലാണ്. അത് നമ്മുടെ സുഷുമ്നയ്ക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചലിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. യെസ്, വെരി ഗുഡ്. മിസ്സിന് ഭയങ്കര സന്തോഷമായി എൻ്റെ കുട്ടികൾ ഇതിൻ്റെ നമ്പേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ട്. അതിൽ കുറേ ആൾക്കാർ 26 എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നട്ടെല്ലിൻ്റെ അസ്ഥികളൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പഠിക്കും. പക്ഷെ ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നട്ടെല്ലിൻ്റെ അസ്ഥികളുടെ എണ്ണം 33 തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്, റെഡി. ഇനി നമ്മളിത് അടുത്തത് നമ്മുടെ റിബ്സ് അഥവാ വാരിയൽ 12 പെയേഴ്സ് ആണ്. നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മേജർ ബ്ലഡ് വെസൽസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ റിബ്സ് സ്റ്റേർണം മാറലുമായിട്ട് കണക്റ്റഡ് ആണ്, ബാക്കിൽ നട്ടെല്ലുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലോങ്ങസ്റ്റ് ബോൺ നമ്മുടെ തൈ ബോൺ. ടോട്ടൽ 300 അസ്ഥികളുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ, വലുതാവുമ്പോൾ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് 206 ആവും. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് നോക്കാനുള്ളതാണ്, ഇതാണ് മിസ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് അല്ലേ, ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് മിനറൽസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? നമ്മുടെ അസ്ഥികളിൽ. കാൽഷ്യം, ഫോസ്ഫേറ്റ് ഇതൊക്കെ സംഭരിക്കുന്നത് നമ്മുടെ അസ്ഥികളിലാണ്. അപ്പോൾ ഈ കാൽഷ്യം, ഫോസ്ഫേറ്റ് ഒക്കെ സംഭരിച്ചാലാണ് അസ്ഥികൾക്ക് നല്ല സ്ട്രെങ്ത് ഒക്കെ കിട്ടുക. ഓക്കെ, പിന്നെ നമ്മുടെ തരുണാസ്ഥി എവിടെയാണ് കാണാം? മൂക്കിൻ്റെ ടിപ്പ്, ചെവിയിൽ, കൈമുട്ട്, കാൽമുട്ട്, നട്ടെല്ലിൻ്റെ കശേരുക്കൾക്കിടയിൽ, വേർട്ടിബ്രയുടെ ഇടയിലൊക്കെ കാണാൻ പറ്റും. അസ്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഫ്റ്റാണ്, വഴക്കമുള്ളതും മൃദുവായതും, ഫ്ലെക്സിബിൾ ആൻഡ് സോഫ്റ്റർ ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് നമ്മുടെ കാർട്ടിലേജ്. ഓക്കെ, റെഡി. ഇത് എവിടെയൊക്കെ കാണുന്നു എന്ന് എക്സാമിന് ചോദിക്കുക കേട്ടോ. എവിടേക്കാണ്? നമ്മുടെ ചെവി, മൂക്ക്, എൽബോ, കൈമുട്ട്, കാൽമുട്ട്, ആംഗിൾസ്, ട്രക്കിയ ആൻഡ് ഡിസ്ക് ബിറ്റ്വീൻ ദ വേർട്ടിബ്രയുടെ ഇടയിൽ ഒരു ഇന്റർ വേർട്ടിബ്രൽ ഡിസ്ക് ഉണ്ട്. അവിടെയും നമുക്ക് എന്ത് കാണാം? കാർട്ടിലേജ് കാണാം. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണോ എൻ്റെ കുട്ടിയൊക്കെ? ഇനി നമ്മൾ മെയിനായിട്ടുള്ള 2 പോർഷൻസ് ആണ് പഠിക്കാൻ പോണേ. ഒന്ന് ടൈപ്സ് ഓഫ് ജോയിൻറ്റും മറ്റേത് ഫ്രാക്ചറും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാ. നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളതാണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ്. അപ്പോൾ എന്താണ് ജോയിൻസ് അഥവാ അസ്ഥിസന്ധി എന്ന് പറഞ്ഞാൽ? 2ഓ അതിലധികമോ അസ്ഥികൾ കൂടിച്ചേരുന്ന ഭാഗം. ഓക്കെ, ജോയിൻ്റ് ഇസ് ദ പാർട്ട് വെയർ ഒന്നെങ്കിൽ 2 അസ്ഥികളായിരിക്കും. ഇതൊരു അസ്ഥി, ഇത് വേറൊരു അസ്ഥി. അപ്പോൾ എപ്പോഴും 2 എണ്ണം മാത്രമേ പറ്റുള്ളൂ? അല്ല. അപ്പം നമ്മുടെ കൈയുടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2-ലധികം അസ്ഥികൾ കൂടിച്ചേരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അസ്ഥി, ഇവിടെ ഒരു അസ്ഥി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അസ്ഥി, ഇവിടെ 2 അസ്ഥികളുണ്ട്. അപ്പോൾ 2ഓ അതിലധികമോ അസ്ഥികൾ കൂടിച്ചേരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ അസ്ഥിസന്ധി എന്ന് പറയാം. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ അസ്ഥിസന്ധികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചലിപ്പിക്കാൻ പറ്റുന്നത്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ പറ്റുന്നവയും ഉണ്ട്, പറ്റാത്തവയും ഉണ്ട്. പറ്റാത്തവയാണ് നമ്മുടെ തലയിലുള്ള അസ്ഥികൾ. കീഴ്ത്താടിയിൽ ഒഴികെ വേറെ ഒന്നും ചലിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കി കുറേ ജോയിൻസ് ഉണ്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ചലിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മൂവബിൾ ജോയിൻസ് ആണ്. ഒന്ന് ഹിഞ്ച് ജോയിൻ്റ് അഥവാ വിജാഗിരി സന്ധി, പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്, പിന്നെ പിവറ്റ് ജോയിൻ്റ്. ഓക്കെ, യെസ് മക്കളെ, ആദ്യമായിട്ട് സഹറ 8773 ആദ്യമായിട്ട് ഈ ക്ലാസ് കണ്ട ഇത് മനസ്സിലാവില്ലേ? മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഇത് റിവിഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എൻ്റെ കുട്ടികൾ പോവുക. ആദ്യമായിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ലേ മക്കളെ? റിവിഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞത് ഒന്നുകൂടി ഓർക്കാനുള്ള സ്ഥലമാണ്. ഇത് റിവിഷൻ ക്ലാസ് അല്ലേ, അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാപ്റ്റർ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുക. ക്ലാസ് 6ൻ്റെ യൂട്യൂബ് ചാനൽ എടുക്കുക. അവിടെ മിസ്സിന് ഈ ചാപ്റ്റേഴ്സ് 2 എടുത്തിട്ടുണ്ട്. ഫുഡ് ഫോർ ഹെൽത്തും എടുത്തിട്ടുണ്ട്, ലെറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റും എടുത്തിട്ടുണ്ട്. അതെൻ്റെ കുട്ടി പോയി കാണണം കേട്ടോ, അപ്പോഴാണ് മനസ്സിലാവുക. അതിനുശേഷം റിവിഷൻ ചെയ്യാനാണ് ഇത് കാണേണ്ടത്. ഇനി അതും വേണ്ട, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഓക്കെ, ഇനി നോക്കാം ഈ എന്താണ് ഹിഞ്ച് ജോയിൻ്റ് അഥവാ വിജാഗിരി സന്ധി. ഹിഞ്ച് ജോയിൻ്റ് അഥവാ വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, കൈമുട്ട് നോക്കിക്കേ, ഈ വശത്തേക്ക് മാത്രമല്ലേ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിഞ്ച് ജോയിൻ്റ് അഥവാ വിജാഗിരി സന്ധി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഹിഞ്ച് ജോയിൻ്റ് അഥവാ വിജാഗിരി സന്ധി കൈമുട്ടും കാൽമുട്ടും ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. നോക്കിക്കേ മക്കളെ, ഒരു ബോൾ പോലെയുള്ള ഭാഗം ഒരു കുഴി, വേറൊരു ബോണിൻ്റെ കുഴീൻ്റെ അകത്ത്, സോക്കറ്റ് എന്ന് പറഞ്ഞാൽ കുഴീൻ്റെ അകത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ടീച്ചർ പറഞ്ഞു 26 ക്ലാസ്, ടീച്ചർ പറഞ്ഞു 26 ക്ലാസ്. എന്താണ് 26 ക്ലാസ് എന്ന് മിസ്സിന് മനസ്സിലായില്ല. എന്താണ് ഈ 26 ക്ലാസ് എന്നുള്ളതൊന്ന് എൻ്റെ കുട്ടികൾ ക്ലിയർ ആക്കി തരാവോ? എന്താണ് 26 ക്ലാസ്? യെസ്, മിസ് നേരത്തെ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ അസ്ഥികളുടെ എണ്ണം തന്നതിൽ നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ അസ്ഥികളുടെ എണ്ണം തന്നതിൽ തെറ്റുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ മിസ് നോക്കിയപ്പോൾ അതുതന്നെയാണ് കണ്ടത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ അത് കറക്റ്റാക്കി പഠിക്കും. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ അത് കറക്റ്റാക്കി പഠിക്കും. 26, സ്കള്ളിൽ 29 അങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് നട്ടലിൻ്റെ അകത്ത് 33, ഓക്കെ, സ്കള്ളിൽ 22 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നത് ഇപ്പോൾ എൻ്റെ കുട്ടികൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ടെക്സ്റ്റിൽ 26 ബോൺ തന്നത് ടെക്സ്റ്റിൽ. മിസ് ഇപ്പോൾ കൂടെ അതാ ടെക്സ്റ്റ് ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞപ്പോൾ മിസ് നോക്കി, പക്ഷേ ടെക്സ്റ്റിൽ അങ്ങനെ അല്ലല്ലോ കാണുന്നേ. മിസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. 33 ബോൺസ് ഇൻ വേർട്ടബ്രേ എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കേട്ടോ. സ്കള്ളിൽ 22 എന്ന് തന്നെയാണ് ഉള്ളത്. മിസ് ഇതാ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഡോണ്ട് വറി. ഇനി ഇതാ ഇത് നോക്കിക്കോ മക്കളെ, ഇത് നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ആണ്. ഓക്കെ, ഷോൾഡർ ജോയിൻറ്റിൽ എങ്ങനെയാണുള്ളത്? എനിക്ക് തോന്നുന്നു മലയാളം മീഡിയത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റിൽ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് കൂടെ മിസ് ഒന്ന് നോക്കട്ടെ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റിൽ മിസ് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടേ. എന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, ഡോണ്ട് വറി. ഇനിയിപ്പോൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഓക്കെ, നോ വറീസ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്താണോ തന്നത് അത് നോക്കിയാൽ മതി. മിസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടത് 12 പെയേഴ്സ്, നട്ടിൽ 33 ആണ്, സ്കള്ളിൻ്റെ അകത്ത് 22 തന്നെയാണ് കേട്ടോ. ഓക്കെ, മിസ് ഇത് ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചോ, നോ ഇഷ്യൂസ്. ഓക്കെ, റെഡി. നമുക്ക് ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ ആക്കണ്ട. റെഡി? ഓക്കെ, എൻ്റെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഉള്ളത് നിങ്ങൾ അത് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അതാ മിസ് ക്ലാസ് എടുക്കുമ്പോൾ ആപ്പിലെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൻ്റെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അതല്ല തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ +1 എത്തുമ്പോൾ നിങ്ങളത് തിരുത്തി പഠിക്കും. പക്ഷേ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ വേറെ ആക്കി പഠിക്കും. ശരിക്കും ഇത് കറക്റ്റല്ല. ഓക്കെ, പക്ഷേ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ എൻ്റെ മക്കളത് മാറ്റി പഠിക്കും. പക്ഷെ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ പഠിക്കാം. ഓക്കെ, ഇനി നോക്കാം മക്കളെ, ഇവിടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് നോക്കിയാൽ ഇവിടെ ഈ ബോൾ പോലെയുള്ള ഒരു അസ്ഥിയുടെ ബോൾ പോലെയുള്ള ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴി പോലെയുള്ള ഒരു ഭാഗത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. ഒന്ന് നമ്മുടെ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റ്, പിന്നെ നമ്മുടെ ഇടുപ്പെല്ലില്ലേ, കാലിൻ്റെ എല്ല് നമ്മുടെ ഇടുപ്പെല്ലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം, അവിടെയും നമുക്ക് എന്താ ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. അപ്പം നമുക്ക് കണ്ടോ എല്ലാ വശത്തേക്കും ഇങ്ങനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ബോൾ പോലെയുള്ള ഒരു അസ്ഥിയുടെ ഭാഗം കുഴി പോലെയുള്ള ഒരു അസ്ഥിയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. മറ്റൊരു ജോയിൻ്റ് ആണ് പിവറ്റ് ജോയിൻറ്റ്. നമ്മുടെ തല നമുക്കിങ്ങനെ 2 വശത്തേക്കും ചലിപ്പിക്കാൻ പറ്റുന്നത് പിവറ്റ് ജോയിൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തലയോടിൻ്റെ ഒരു അസ്ഥി നട്ടെല്ലിൻ്റെ ഒരു അസ്ഥിയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് പിവറ്റ് ജോയിൻറ്റ്. അപ്പോൾ 2 വശത്തേക്കും ഇങ്ങനെ നമുക്കിങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പിവറ്റ് ജോയിൻ്റ് ആണ്. ഓക്കെ, സോ ദാ അപ്പോൾ പിവറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്കും ചലിപ്പിക്കാൻ പറ്റും. നമ്മുടെ തലയോടിൻ്റെ അസ്ഥി നമ്മുടെ നട്ടെല്ലുമായിട്ട്, ഫസ്റ്റത്തെ നട്ടെല്ലിൻ്റെ അസ്ഥിയുമായിട്ട് ചേരുന്ന ഭാഗത്താണ്. ഹിഞ്ച് ജോയിൻറ്റ് കൈമുട്ടും കാൽമുട്ടുമാണ്, ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീലി മൂവബിൾ ആണ്. എല്ലാ വശങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ചലിപ്പിക്കാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി ഇതാ നമുക്ക് അടുത്തതാണ് നമ്മുടെ അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചർ. അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അസ്ഥി പൊട്ടുക, ബ്രേക്ക് ആവുക, അല്ലെങ്കിൽ ക്രാക്ക് വരിക, വിള്ളൽ വരിക. അപ്പോൾ ക്രാക്കിംഗ് ഓർ ബ്രേക്കിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? അസ്ഥിഭംഗം എന്ന് പറയാം. ഓക്കെ, ക്രാക്കിംഗ് ഓർ ബ്രേക്കിംഗ് ഓഫ് ബോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്ഥിഭംഗം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 3 തരത്തിലുണ്ട്.
സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ലഘുഭംഗം, ജസ്റ്റ് ക്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ മാറിപ്പോയി, കണ്ടോ, ക്രാക്ക് ചെയ്തിട്ട് അസ്ഥികളുടെ പൊസിഷൻ ഇങ്ങനെ മാറിക്കിടക്കുന്നതാണ് സിമ്പിൾ ഫ്രാക്ചർ. അവിടെ മുറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് ബാൻഡേജ് ഇട്ടിട്ട് ശരിയാക്കാമെന്ന് പറയും. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞാലോ? ഓക്കെ, കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ അസ്ഥികൾ പൊട്ടുകയും ചെയ്തു, അത് നമ്മുടെ മസിൽ ഇങ്ങനെ തുളച്ച് പുറത്തേക്ക് വന്നു, മുറിവൊക്കെ വരും, കണ്ടോ, അസ്ഥികൾ പൊട്ടി നമ്മുടെ കാലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തറച്ച് വരികയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? മുറിവൊക്കെ ഉണ്ടാവും. അതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ വിഷമഭംഗം. ഇനി ഈ കോമ്പൗണ്ട് ഫ്രാക്ചർ സംഭവിച്ചത്, കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിയിട്ട് എവിടെയെങ്കിലും തുളച്ച് കയറുന്നതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ. അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ അടുത്താണെങ്കിൽ, നമ്മുടെ ലങ്സ്, ഹാർട്ട്, ബ്രെയിന്, അല്ലെ, നമ്മുടെ ആമാശയം, അവിടെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ അടുത്താണെങ്കിൽ അവിടെ എന്താണ്? നമ്മുടെ ജീവന് വരെ ആപത്താണ്. അത് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ അല്ലെങ്കിൽ സങ്കീർണ ഭംഗം. ഓക്കെ, സോ വെൻ ദ ബോൺസ് ക്രാക്ക് ഓർ ബ്രേക്ക് ആൻഡ് ഡിസ്ലൊക്കേറ്റ്, അസ്ഥികൾക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയും അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുകയും ചെയ്താൽ സിമ്പിൾ ഫ്രാക്ചർ. ഇനി ഇത് പൊട്ടി നമ്മുടെ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മസിൽസ് ഒക്കെ തുളച്ച് കയറി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ. ഇനി കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ സങ്കീർണ ഭംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സങ്കീർണ ഭംഗം. ഓക്കെ, യെസ്. ഇനി അസ്ഥികളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഡോണ്ട് വറി. ഇനി ഇതാ നമ്മുടെ പ്രഥമ ശുശ്രൂഷ. അപ്പം നിങ്ങൾ കളിക്കുന്നൊക്കെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാവുകയാണ്? നമ്മൾ പെട്ടെന്ന് വീണു പോവോ, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കളിക്കുന്നൊക്കെ സമയത്ത് നമ്മൾ വീണു പോകാൻ ചാൻസ് ഇല്ലേ? അങ്ങനെ എൻ്റെ മക്കൾ വീണു പോകുമ്പോൾ, നിങ്ങൾ ഓടിക്കളിച്ചിട്ട് വീണു പോയിട്ടുണ്ടോ? ഓടിക്കളിച്ചിട്ട് വീണു പോയിട്ടുണ്ടോ? അങ്ങനെ വീണ് പോകുമ്പോൾ നമുക്ക് മുറിവ് ഉണ്ടാവും അല്ലേ, നമുക്ക് അസ്ഥിഭംഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കുട്ടികളുടെ കൈയൊക്കെ പൊട്ടിപ്പോയോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ ഒന്നെങ്കിൽ ആ പരിക്കേറ്റ ഭാഗം അനക്കരുത്, എന്നിട്ട് ആ ഭാഗത്ത് സ്പ്ലിൻ്റ് ഇടാം. സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെയോ അല്ലെങ്കിൽ ലോഹത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം വെച്ച് കെട്ടി വെക്കുന്നതാണ്. അതായത് ആ ഫ്രാക്ചർ സംഭവിച്ച ഭാഗം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്രയും പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ എത്തണം. ഒരു കാരണവശാലും നമ്മൾ ആ ഭാഗത്ത് അനക്കാനോ ചലിപ്പിക്കാനോ ചെയ്യരുത്. വേഗം അയാളെ ഡോക്ടറെ അടുത്ത് എത്തിക്കാം. ഓക്കെ, യെസ്. ഇനി ഇതാ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിന് തൊട്ട് മുന്നത്തെ ടോപ്പിക്, നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് നമ്മൾ എന്തൊക്കെ കഴിക്കണം? നമ്മൾ കാൽഷ്യം, ഫോസ്ഫേറ്റ്, പ്രോട്ടീൻ, ഇത് അത്യാവശ്യമാണ്. അപ്പോൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരമാണ് പാലുൽപ്പന്നങ്ങൾ, പിന്നെ ഇലക്കറികൾ, നട്ട്സ്, മുട്ട, പാല്, ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് കാൽഷ്യം, ഫോസ്ഫേറ്റ് ഒക്കെ കിട്ടും. പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം സെറ്റാണ്. ഓക്കെ, യെസ്. ടീച്ചർ പറഞ്ഞു തന്നു 26-ന് പകരം ഞങ്ങൾ 33 പറഞ്ഞു തന്നത്. അത് മിസ് നേരത്തെ പറഞ്ഞു തന്നില്ലേ? അതായത് ശരിക്കും ഉള്ളത് 26 പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മിസ് ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിൽ അതല്ല പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ അസ്ഥികൂടം അകത്തും പുറത്തും. അപ്പം നമ്മുടെ എല്ലാ അസ്ഥികൂടം അകത്താണ് അല്ലേ? നമ്മുടെ ആയിക്കോട്ടെ, ക്യാറ്റ്, ഫ്രോഗ്, മൈസ്, കൗ അല്ലേ, പശു, കോഴി, കാക്ക, അണ്ണാൻ, പൂച്ച, ഇവർക്കെല്ലാം അസ്ഥികൂടം ഉള്ളിലാണ്. അസ്ഥികൂടം ഉള്ളിലാണെങ്കിൽ നമ്മൾ അതിനെ ആന്തരാസ്ഥികൂടം എന്ന് പറയും, എൻഡോസ്കെലറ്റൻ. പക്ഷെ ചില ആൾക്കാരുണ്ട്, ആരൊക്കെ? ഒച്ച്, വണ്ട്, ചെമ്മീന്, തേള്, പിന്നെ നമുക്ക് ആരെ പറയാം? ഞണ്ട്. ഓക്കെ, ഞണ്ട്, പിന്നെ നമ്മുടെ തേരട്ട, ഇവർക്കൊക്കെ എന്താണ്? അവർക്ക് പുറമേ ഒരു ഷെല്ല് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് അവർക്ക് ഷേപ്പ് കൊടുക്കുന്നുണ്ട്, അവരെ എനിമീസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമ്മൾ പറയുന്നതാണ് ബാഹ്യാസ്ഥികൂടം. ഓക്കെ, ചില ആൾക്കാർക്ക് ബാഹ്യാസ്ഥികൂടം ഉണ്ട്, ആന്തരാസ്ഥികൂടം ഉണ്ട്. എന്തിനാണ് ഫാത്തിമ കുട്ടിക്ക് സങ്കടം? അതാണ് നമ്മുടെ ആമ, മുതല, ചീങ്കണ്ണി, അവർക്ക് എൻഡോസ്കെലറ്റനും ഉണ്ട്, എക്സോസ്കെലറ്റനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് വരെയുള്ള ഈ ഒരു പോർഷൻ വളരെ കുറച്ച് സമയം കൊണ്ട് എൻ്റെ മക്കൾക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.